ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്നാക്ക് റെസിപ്പിയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ചിക്കൻ വെച്ചിട്ട് നമ്മളൊരു ഡോനട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുൻപ് ഇത് എല്ലാം സെറ്റാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാളത് ഉപയോഗിക്കാൻ പറ്റും. ആവശ്യമുള്ളപ്പോൾ അതിൽ ഓരോന്നെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഫ്രീസറിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 1/2 കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 2 ടീസ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പെപ്പർ പൗഡറാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ചാറ്റ് മസാല വേണം. ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. നമുക്കതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് ചില്ലി സോസാണ്. ഞാനിവിടെ ഗ്രീൻ ചില്ലി സോസാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ജിഞ്ചർ പേസ്റ്റും ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയില നമുക്ക് വേണം. അത് നമുക്ക് ആവശ്യത്തിന് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എരിവിനായിട്ട് ചതച്ച മുളകും അതുപോലെ കുരുമുളക്, ചില്ലി സോസ് ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഗ്രീൻ ചില്ലി സോസിന് പകരം റെഡ് ചില്ലി സോസ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. അതുപോലെ എരിവ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയോ അതുപോലെ ചതച്ച മുളക് ഏതിൻ്റെയും അളവ് കുറച്ചാലും മതി. ഇതിപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതൊരു കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 5-10 മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിനി നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഉടച്ചെടുക്കാന്ന് വെച്ചാൽ നമ്മൾ നല്ലോണം ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് മുറിച്ച പോലെ ഒന്ന് വെറുതെ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒരു ഫോർക്ക് വെച്ചിട്ടോ എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഈ ഒരു രീതിയിലൊന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് കുറച്ച് ബ്രെഡ് മുറിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ടാണ് ഞാൻ ബ്രെഡ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ കറക്റ്റ് അളവ് എത്രയും നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ചെടുത്തിട്ട് ഞാനിപ്പോൾ ഒരു 3 സ്ലൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ രീതിയിൽ നമുക്ക് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം വലിയൊരു ജാറിലേക്ക് ഈ ചിക്കൻ എല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ഒനിയനാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പൊട്ടറ്റോ, ഈ പൊട്ടറ്റോ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. അതൊന്ന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കുക. പൊട്ടറ്റോയും ഒനിയനും ചിക്കനും എല്ലാം കൂടി ഇതുപോലെ അരച്ചെടുക്കണം. പക്ഷേ ഇതിപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനായിട്ട് കുറച്ച് തിക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ബ്രെഡ് നമ്മൾ പൊടിച്ച് വെച്ചിട്ട് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് കൈകൊണ്ടൊന്ന് ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവണം ഈ ഡോയ്. അതുകൊണ്ടാണ് ബ്രെഡ് ചേർക്കുന്നത്. കറക്റ്റ് അളവ് അതുകൊണ്ടാണ് ഞാൻ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. കാരണം നമ്മുടെ ചിക്കൻ എപ്പോഴാണോ നമുക്ക് കൈകൊണ്ടൊന്ന് ഷേപ്പ് ചെയ്യാൻ ഡോനറ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കാൻ പറ്റുന്നത്, ആ രീതിയിലാകുന്നത് വരെ നമുക്കിതൊന്ന് ടൈറ്റ് ആക്കി എടുക്കണം ഈ ഡോ. അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് വേണം ബ്രെഡ് പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഉപ്പ് നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ആദ്യമേ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ നേരം കുറച്ച് ഉപ്പിട്ടതാണ്. അതുകൊണ്ട് ഉപ്പ് കുറവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബ്രെഡിനും സോസിനും ഒക്കെ ഉപ്പുള്ളത് കൊണ്ട് നമുക്ക് ഏകദേശം അത് മതിയാവും. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഒരു 15-20 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും.
കുറച്ചുകൂടെ തിക്കായിട്ട് വരും. അപ്പം നന്നായിട്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് 15-20 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം. ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. 1 ടേബിൾ സ്പൂൺ പാലും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഡോ കുറച്ചും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് കയ്യിലേക്ക് കുറച്ച് എണ്ണയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം കയ്യിൽ ഇത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പോർഷൻ ഇതിൽ നിന്ന് എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം അത് കയ്യിൽ വെച്ച് പ്രസ് ചെയ്ത് നടുക്കൊരു ഹോളും കൂടി ഇട്ടാൽ മാത്രം മതി. നിങ്ങളുടെ കയ്യിൽ ഡോണറ്റ് മേക്കർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്ത് ഇതുപോലെ തന്നെ നല്ല ഷേപ്പിൽ ഡോണറ്റ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പം നിങ്ങൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ നടുക്കൊരു ഹോളിട്ട് ഡോണറ്റ് ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക. അപ്പോൾ ഇതാ നല്ല ഷേപ്പിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാ പീസസും ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് എഗ് മിക്സും ബ്രെഡ് ക്രംസും ആണ്. നമ്മൾ ആദ്യമേ ഷേപ്പ് ചെയ്തിട്ടുള്ള ചിക്കൻ്റെ മിക്സ് എഗ്ഗിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ബ്രെഡ് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിപ്പോൾ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്താൽ മാത്രം മതി. ഈ ഒരു രീതിയിലാക്കിയിട്ട് വേണം നമ്മൾ ഫ്രീസറിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ബ്രെഡും കൂടെ കോട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു നല്ല ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ചു വെച്ചിരുന്നാൽ മതി. ഇതുപോലെ നമുക്കെല്ലാം പ്രിപ്പയർ ചെയ്തെടുക്കാം. ഞാനിവിടെ 5 എണ്ണം പ്രിപ്പയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് 2 സൈഡും മാറി മാറി മറിച്ചിട്ട് കൊടുക്കണം. അതൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തീ കൂട്ടി വെക്കരുത്. കാരണം നമുക്ക് ഇതിൽ ചിക്കൻ നന്നായിട്ട് വെന്ത് വരണം. അതുകൊണ്ട് ചിക്കൻ വെന്ത് വരണമെങ്കിൽ ചെറുതായിട്ട് തീയിൽ തന്നെ കിടന്ന് വെന്ത് വരണം. തീ കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് അങ്ങ് പുറമേ ഉള്ള ഭാഗം നമ്മൾ ബ്രെഡൊക്കെ കോട്ട് ചെയ്തിട്ടുള്ളത് കാരണം വേഗം കരിഞ്ഞു പോവുകയും ചെയ്യും. അകത്തുള്ള ചിക്കൻ വേവത്തുമില്ല. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഡോണറ്റിൻ്റെ നല്ല ഷേപ്പിലേക്കും ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിനി നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂട്ടത്തിൽ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി ഷേപ്പ് ചെയ്ത് ഫ്രീസറിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലിട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അപ്പോൾ എല്ലാവരുടെയും ഫീഡ്ബാക്ക്സ് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.